സീരിയൽ നടി വേലപ്പൻ മാഷ് ഷവറിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ തൻ്റെ പല്ലുകൾ ധൃതിയിൽ ബ്രഷ് ചെയ്തു. അങ്ങനെ ഒട്ടും സമയം പാഴാക്കാതെ ദേഹശുദ്ധി വരുത്തി ഈരയുടെ തോർത്തും പിഴിഞ്ഞ് പുറത്തു കടന്നപ്പോൾ പഴയ ശിഷ്യൻ കുറുപ്പ് വാതിൽക്ക് നിൽക്കുന്നു. എന്താ കുറുപ്പേ, കുറെ നേരമായോ വന്നിട്ട്? മാഷ് ചോദിച്ചു. മാഷ് കുളിമുറിയിലേക്ക് കയറിയപ്പോൾ ഞാൻ ഉമ്മറപ്പടിയും കയറി. അത്ര തന്നെ. ഏകദേശം 6 മിനിറ്റായി. ഇത്ര വേഗം കുളി കഴിയും നിരീക്ഷില്ല. കുറുപ്പ് ചിരിക്കുമ്പോൾ വികൃതങ്ങളായ ദന്തങ്ങൾ വേണ്ടതിലധികം വെളിപ്പെട്ടു. മാഷക്ക് ആ ദൃശ്യം അരോചകവും അസഹ്യവുമായി അനുഭവപ്പെട്ടു. 5 മിനിറ്റിൽ തീരണം കുളിയും പല്ലുതേപ്പും. എനിക്ക് സമയം കളയാൻ തീരെ ഇഷ്ടമില്ല. മാഷ് പറഞ്ഞു. നനച്ചു പിഴിഞ്ഞ തോർത്തിൻ്റെ ഒരു കോന്തല കൊണ്ട് കാത് വൃത്തിയാക്കുവാൻ പരിശ്രമിക്കവേ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പ്രകാശിച്ചു. മാഷൊരു ദിവ്യപുരുഷനാണോ? കുറുപ്പ് തന്നെത്താൻ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്തിന് ചുറ്റും വെളിച്ചത്തിൻ്റെ പരിവേഷം താൻ കാണുന്നുവല്ലോ. എന്താ വരവിൻ്റെ ഉദ്ദേശം? മാഷ് ചോദിച്ചു. വരവിന് ഉദ്ദേശമൊന്നുമില്ല, കുറുപ്പ് പറഞ്ഞു. ദുരുദ്ദേശമില്ല? അത് തീർച്ചയാണ്. ഇടയ്ക്ക് കാണാൻ തോന്നും. മാഷക്ക് സമയമില്ലാന്നറിയാം. ഇപ്പോൾ പ്രസംഗത്തിന് പോവാത്ത ഒരൊറ്റ ദിവസവും ഇല്ല. എനിക്കറിയാം. എന്നാലും കാണേണ്ട വയ്യ. മാഷല്ലാണ്ട് ഈ നാട്ടിലെ പാവങ്ങൾക്ക് മറ്റാരാ ഉള്ളത്? വേണ്ടപ്പോൾ ഉപദേശം തരാൻ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? കുറുപ്പ് ചോദിച്ചു. കുറുപ്പ് പറഞ്ഞത് ശരിയാ. എപ്പോഴും സർക്കിട്ട സാഹിത്യ സമ്മേളനത്തെ പറ്റി പ്രസംഗിക്കണം. രാഷ്ട്രീയവും പറയണം, സിനിമയെ പറ്റി പറയണം. നാട്ടുകാർ വിളിക്കുമ്പോൾ പോവാണ്ട് പറ്റുമോ? ആരുടെയും ആരോഗ്യം സമ്പാദിക്കണ്ട. അപ്പോൾ എന്താ കുറുപ്പിൻ്റെ പ്രശ്നം? പറഞ്ഞോളൂ, ഞാൻ ഒരു പോംവഴി ഉണ്ടാക്കി തരാം. മാഷ് തിണ്ണമേലിരുന്ന് കാലുകൾ മുന്നോട്ട് നീട്ടിവെച്ചു. പ്രശ്നം പറഞ്ഞാൽ മാഷ് പറയും ഇതൊന്നും പ്രശ്നമില്ല എന്ന്. ഇതിൻ്റെ 2ാമത്തെ മൂലയിലെ പ്രീ ഡിഗ്രിക്ക് പഠിക്കണുള്ളൂ മിനി. അവൾക്കൊരു മോഹം, സീരിയലിൽ അഭിനയിക്കണം. അവൾക്ക് കരയാൻ വിഷമമില്ലാത്രേ. ഗ്ലിസറിൻ ഒഴിക്കേണ്ടി വരില്ലെന്നാണ് മിനി പറയണത്. ഇപ്പോൾ വേടിയിലും കരയാം. കരയാനൊരു ജന്മവാസനയായി എൻ്റെ മിനിക്കുട്ടിക്ക്. മാഷക്ക് വല്ല സിനിമാ സംവിധായകനെയും പരിചയമുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുമോ? കുറുപ്പിൻ്റെ ചോദ്യം മാഷെ അസ്വസ്ഥനാക്കി. തനിക്ക് പരിചയമുള്ള സിനിമാ സംവിധായകരൊക്കെയും മദ്യപാനികളും വിടന്മാരും. കുറുപ്പിൻ്റെ പെൺകുട്ടി അവർ കശക്കി എറിയും. ഞാൻ നോക്കട്ടെ, മാഷ് പറഞ്ഞു. എന്തിനാ നടിയാവണത്? മിടിക്കുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കട്ടെ, അതല്ലേ ഇപ്പോൾ കാലത്തിൻ്റെ ആവശ്യം. കുറുപ്പ് മൗനം അവലംബിച്ചു. മാഷ് നിർദ്ദേശിച്ച മാർഗം ഒരിക്കലും എനിക്ക് സ്വീകാര്യമാവില്ലെന്ന് അയാൾക്ക് തോന്നി. അവൾ ഗൗരവപ്രവൃത്തമുള്ള ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നില്ല. നടീനടന്മാരും വസ്ത്രവിധാനവും ബഹളവും നിറഞ്ഞ ഒരു ലോകത്തെ നേടുവാൻ ആഗ്രഹിക്കുന്നവൾ. കമ്പ്യൂട്ടറൊന്നും അവൾക്ക് വേണ്ടത്രേ. 2 ദിവസമായി അന്നം തൊടിയിട്ട്. സത്യാഗ്രഹ സിനിമയെ ചേരണമെന്ന് നിശ്ചയിച്ചിരിക്കുക. കുറുപ്പ് പിറുപിറുത്തു. മൂത്ത കുട്ടിക്ക് ഒരു ആലോചന വന്നെന്ന് കുറുപ്പ് പറഞ്ഞില്ലേ? ആ ചെക്കനെ കൊണ്ട് മിനിയെ കെട്ടിക്കണം. മൂത്ത ആൾ പോയി കമ്പ്യൂട്ടർ പഠിക്കട്ടെ, മാഷ് പറഞ്ഞു. കുറുപ്പ് നന്ദി സൂചകമായി വിസ്തരിച്ച് പുഞ്ചിരി തൂക്കി. നല്ല കാര്യം മാഷ് പറഞ്ഞത്, അത് ഞാൻ നടത്താം, കുറുപ്പ് പറഞ്ഞു. മാഷിൻ്റെ കരം ഗ്രഹിച്ച് യാത്ര പറഞ്ഞപ്പോൾ കുറുപ്പിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.